ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ MD ആൻഡ് CEO ഷെയർവേസ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മിക്സഡ് ആണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെക്കുന്നത്. ഒപ്പം നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം വെളാട്ടിലിറ്റി ഇൻഡെക്സ് 11.86 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് 12.15 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. അമേരിക്കയിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ് ഇന്നലെ കമ്മോഡിറ്റികളെല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് $2,425.9 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. സിൽവർ $32.3 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്. $82.35 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമായിട്ട് കാണാനായി സാധിക്കുകയുള്ളൂ. ഇന്നലെ സിങ്ക് പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അലുമിനിയം പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടാണ് മറ്റ് കമ്മോഡിറ്റികളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. അയൺ ഓർ ഫ്യൂച്ചേഴ്സ് എന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ RBI ഗവൺമെൻറ് ഡിവിഡൻ്റ് ആയിട്ട് 1 ലക്ഷം കോടിയും കൂടി കൊടുക്കുന്നതാണ് പറയുന്നത്. ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഫിസിക്കൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ഇമ്പാക്റ്റ് ഇത് പോസിറ്റീവായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ മെയ് 31 നമ്മുടെ Q4 GDP ഡാറ്റയും വരികയാണ്. വലിയ എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 ക്വാർട്ടറുകൾ 8% മേലെയാണ് നമ്മുടെ GDP ഗ്രോത്ത് നിൽക്കുന്നത്. Q4ലും 8% മേലെ വരികയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇന്നലെ നമ്മൾ കണ്ടത്, നമ്മൾ വീക്ക്ലി പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ മെറ്റൽസ് ആണ് ഇന്നലെ റാലി ചെയ്തിട്ടുള്ള. ഹിന്ദുസ്ഥാൻ സിങ്ക് നമ്മുടെ തന്നെ ടോപ്പിക്കുള്ളതായി ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള തന്നെ അപ്പർ ഫ്രീസിങ്ങിലാണ്. നമ്മൾ വീക്ക്ലി പോഡ്കാസ്റ്റിലെ സിങ്കിൻ്റെ യൂസ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 100% ഇൻക്രീസ് ചെയ്യും. അത്തരത്തിൽ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയുണ്ട്. പൊതുവെ എല്ലാ മെറ്റൽ സ്റ്റോക്കുകളും നല്ല ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നും ഓൾമോസ്റ്റ് ആ ലെവൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് $5 ട്രില്യൺ അടുത്താണ് ഇപ്പം നിൽക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ $5 ട്രില്യൺ ക്രോസ് ചെയ്യും. ഇന്ത്യനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ 7,550 കോടി രൂപയുടെ ഓർഡറാണ് കൽപ്പത്തരു ഇൻ്റർനാഷണലിൽ കിട്ടിയിരിക്കുന്നത്. കൽപ്പത്തരു പ്രൊജക്ട്സ് നമ്മുടെ തന്നെ ഒരു ഡെലിവറി പിക്കും കൂടിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കൽപ്പത്തരുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. 58,415 കോടി രൂപ ഓർഡർ ബുക്ക് തന്നെയുണ്ട് ഈ കമ്പനിക്ക്. 52% ഡൊമസ്റ്റിക്കാണ്, 48% ഇൻ്റർനാഷണൽ ഓർഡറാണ്. ഇതിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 35% പവർ റിലേറ്റഡ് സെക്ടറാണ്. അതുപോലെ തന്നെ വാട്ടർ, റെയിൽവേസ്, അർബൻ ഇൻഫ്ര, ഓയിൽ ആൻഡ് ഗ്യാസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഓർഡർ ഉള്ളത്. തീർച്ചയായിട്ടും കൽപ്പത്തരുവിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഹിറ്റാച്ചി എനർജി എക്സലൻറ്റ് റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും ഹിറ്റാച്ചിയുടെ സ്റ്റോക്ക് മുന്നേറാനുള്ള ചാൻസസ് ആണ്. കാരണം പവർ സെക്ടർ രംഗത്ത് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ CMS ഇൻഫോ സിസ്റ്റം നമ്മുടെ തന്നെ ഡെലിവറി പിക്കായിരുന്നു. ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ജെഫ്രീസൊക്കെ അതിൻ്റെ ടാർജറ്റ് കൂട്ടിയിരിക്കുകയാണ്. $600 പെർ ഷെയറായിട്ട് ടാർജറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. വലിയ എക്സ്പാൻഷൻ പ്ലാനുകളാണ് കർണാടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ഡിഫൻസ്, എയറോസ്പേസ് രംഗത്തേക്കുള്ള ഫോർജിങ്സും കൂടി ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ ബാലു ഫോർജിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. കോഫോർജ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തുകയാണ്. $4,531 പെർ ഷെയറാണ് ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഇന്നൊവേഷൻ ഹബ്ബ് ഫോം ചെയ്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ആയിട്ട്. കോപ്പൈലറ്റ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയാണ്. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
PNC ഇൻഫ്ര അതുപോലെ തന്നെ HII ഇൻഫ്ര ഹ്യൂജ് ഓർഡർ ബാങ്കിങ് ന്യൂസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. PNC ഇൻഫ്ര 4,994 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്കും അതുപോലെ തന്നെ HII ഇൻഫ്ര 4,142 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്കും മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ള ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിരിക്കുകയാണ്. മിക്കവാർക്കും ഇവർക്ക് ഈ ഓർഡർ കിട്ടാനാണ് ചാൻസ്. പോസിറ്റീവ് ന്യൂസാണ്. മാൻ ഇൻഡസ്ട്രീസ് 505 കോടി രൂപയുടെ ഓർഡർ എക്സ്പോർട്ട് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. അഡാനി പോർട്ട് 3 പോർട്ടും കൂടി അക്വയർ ചെയ്യാനുള്ള നീക്കത്തിലാണ് യൂറോപ്പ്, അതുപോലെ തന്നെ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്കാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് 15 പോർട്ടുകളുള്ളൊരു കമ്പനിയാണ്. 4 ഇൻ്റർനാഷണൽ പോർട്ടുകളും ഉണ്ട്. തീർച്ചയായിട്ടും അഡാനി പോർട്ടിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റിലയൻസ് നോർവേലത്തെ നെൽ AS എന്ന് പറയുന്ന കമ്പനിയായിട്ട് ആൽക്കലൈൻ ഇലക്ട്രോലൈസർ ഉണ്ടാക്കാനുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നെൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഷീല ഫോംസ് എക്സലൻറ്റ് Q4 റിസൾട്ടാണ്. അതുപോലെ തന്നെ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന റിസൾട്ട് വരികയാണ്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരിക്കുന്നതാണ് റിപ്പോർട്ട്. IREDA ഈ അടുത്താണ് IPO വന്നത്. ഒരു പക്ഷേ ഫോളോ ഓൺ പബ്ലിക് ഓഫർ വന്നേക്കാം. ഈ വർഷം ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും അത് ലോങ് റണ്ണിൽ IREDA സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. PI ഇൻഡസ്ട്രീസ് Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അരവിന്ദ് ഫാഷൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. റേറ്റ് ഗെയിൻ എക്സലൻറ്റ് റിസൾട്ടാണ്. നമ്മുടെ ടോപ്പിക്കുള്ളൊന്നാണ് റേറ്റ് ഗെയിൻ. അതോടൊപ്പം തന്നെ ആക്ഷൻ കൺസ്ട്രക്ഷൻ ബെറ്റർ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഒപ്പം ഡിക്സൺ ടെക്നോളജി പിക്സലൈറ്റ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഫോണും കൂടി ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജിയുടെ സബ്സിഡിയറി പാഡ്ജറ്റ് ഇലക്ട്രോണിക്സ്. തീർച്ചയായിട്ടും ഡിക്സനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് ഡിക്സൺ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഫെയിം സ്കീമിൽ 2 വീലർ മാനുഫാക്ചറേഴ്സിനുള്ള ഇൻസെൻറ്റീവൊക്കെ നിർത്തിവെച്ചിരുന്നു. അത് വീണ്ടും റീസ്റ്റോർ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ കൈനറ്റിക് എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ 2 വീലർ EVs ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കാം. ഗവൺമെൻറ്റിൻ്റെ ഓർഡർ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പോസിറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. തീർച്ചയായിട്ടും മാർക്കറ്റിൽ പൊളിറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള വളാറ്റിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. എലക്ഷൻ റിസൾട്ട് ഡേ അടുക്കും തോറും മാർക്കറ്റിൽ വീണ്ടും വളാറ്റിലിറ്റി കാണാം. ഒരുപക്ഷെ മാർക്കറ്റൊക്കെ പുതിയ ഓൾ ടൈം ഹൈ ഗെറ്റ് ചെയ്തേക്കാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജസ്റ്റ് ചെയ്ത പോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുക. അതോടൊപ്പം തന്നെ എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്നും നമ്മളൊരു ടോപ്പ് പിക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ കൊടുക്കുന്നതാണ്. ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.